എൻ്റെ പരാതി തുടങ്ങുന്നത് 2020-ലാണ്. 2020 ശ്രീ സതീശന് വിദേശ രാജ്യത്ത് പോയി പൈസ പിരിക്കാനുള്ള പെർമിഷൻ ഉണ്ടോ എന്നുള്ള വിവരാവകാശം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് എഴുതി ചോദിക്കുകയും അതനുസരിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം എനിക്ക് തന്ന റിപ്ലൈ അനുസരിച്ച് അങ്ങനൊരു പൈസ വിദേശത്ത് നിന്ന് പിരിക്കാൻ ശ്രീ വി ഡി സതീശന് അനുമതി കൊടുത്തിട്ടില്ല. കൂടാതെ അദ്ദേഹത്തിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പെർമിഷനും കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഇനി ഏതെങ്കിലും രീതിയിൽ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹമോ മറ്റേതെങ്കിലും ഏജൻസിയോ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അടിയന്തരമായി അതിൻ്റെ കണക്കുകൾ സമർപ്പിക്കേണ്ടതുമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പ്രൊസീജിയറുകളും ശ്രീ വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഫെറ, ഫെമ തുടങ്ങിയ വിദേശവിനിമയ ചട്ടങ്ങളുടെ വലിയ ലംഘനമാണ് ഈ വിഷയത്തിൽ നടന്നിട്ടുള്ളത്. അത് ആണ് ഈ വിഷയത്തിൽ 2020 ചോദ്യം ചെയ്യപ്പെടുകയും അന്ന് ഞാൻ ഈ വിഷയം CBIക്ക് കേസ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് CBIക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ CBI അത് സംസ്ഥാന സർക്കാരിൻ്റെ വിജിലൻസിന് റെഫർ ചെയ്തു. അതായത് ഈ കേസ് സംസ്ഥാന വിജിലൻസ് അന്വേഷിച്ച് അത് പ്രൊസീജിയർ എന്നുള്ളതായിരിക്കും അന്വേഷിച്ച് അത് നടപടി സ്വീകരിക്കണമെന്ന്. യഥാർത്ഥത്തിൽ വിദേശ വിനിമയ ചട്ട ലംഘനം അനുസരിച്ചുള്ള കേസ് അന്വേഷിക്കാൻ ഈ പറയുന്ന വിജിലൻസ്, കേരളത്തിലെ വിജിലൻസിന് അധികാരം ഇല്ലാത്തതാണ്. അങ്ങനെയുള്ള ആ കേസ് ഇത്രയും കാലം നീണ്ടു കഴിഞ്ഞപ്പോൾ 2020 വീണ്ടും ചെറിയ സംശയം ചോദിച്ചോട്ടെ, അങ്ങനെ അധികാരമില്ലാത്ത വിജിലൻസിനെ കൊണ്ട് അന്വേഷിക്കണമെന്ന് CBI ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? അതാവശ്യപ്പെടുന്നത് നടപടിക്രമമാണ്. അതായത് ഈ വിജിലൻസിന് ഈ CBIക്ക് ഒരു പരാതി കൊടുത്താൽ CBIക്ക് ആ കേസിൽ ഒരു നടപടി സ്വീകരിക്കണമെങ്കിൽ കേരളത്തിലെ വിജിലൻസ് അതിൽ ഒരു അന്വേഷണം നടത്തി അദ്ദേഹം നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ ആ പ്രിവിലേജിനെ നിലനിർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ നിയമസഭയോ കേരള ഹൈക്കോടതിയോ സ്പീക്കറോ ആരെങ്കിലും അനുമതി കൊടുത്താൽ മാത്രമേ ഇത്തരത്തിലൊരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും സമീപിച്ചിരുന്നോ പരാതിയുമായി? ഞാൻ അതിന് ശേഷം EDയെ സമീപിച്ചിരുന്നു. പക്ഷേ EDക്കും കേസെടുക്കാൻ ഈ പറയുന്ന CBIയുടെ അന്വേഷണത്തിലുള്ള റിപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ഇതിലെ പ്രധാന കടമ്പ നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി സ്വീകരിക്കാനായിട്ടുള്ള അനുമതി ഉണ്ടാവണം. വിജിലൻസ് അന്വേഷിച്ച ശേഷം എന്ത് മറുപടിയാണ് താങ്കൾക്ക് ലഭിച്ചത്? കേരള ഹൈക്കോടതിയിൽ ഞാൻ ആദ്യത്തെ പ്രാവശ്യം കേരള ഹൈക്കോടതിയിൽ ചോദിക്കുമ്പോൾ കേരള ഹൈക്കോടതിയിൽ ഇവിടുത്തെ വിജിലൻസ് പറഞ്ഞത് ഇത് പ്രിമച്വറാണ് കേസ്, അതുകൊണ്ട് കുറച്ചുകൂടി കഴിയട്ടെ. ഇവിടുത്തെ വിജിലൻസ് പറഞ്ഞത് അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ അതിനുശേഷം ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, മറ്റ് ഏജൻസികൾക്കൊക്കെ പരാതി കൊടുക്കുമ്പോഴും അവർ അതിൽ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ അതിൽ കൃത്യമായ ഒരു മറുപടി എനിക്ക് ലഭ്യമായിട്ടില്ല. അതായിരുന്നു ഈ കാലം മുഴുവൻ സംഭവിച്ചിട്ടിരുന്നത്. അങ്ങനെ 5 വർഷത്തോളം നീണ്ടുപോയി. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, അതായത് ഈ താങ്കൾ ഈ പരാതി കൊടുക്കാനുള്ള കാരണം എന്താണ്? അതായത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹം പ്രളയാനന്തരമുണ്ടായ നഷ്ടങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പദ്ധതി തുടങ്ങുന്നത്. അങ്ങനെ ഒട്ടേറെ വീടുകൾ അദ്ദേഹം നിർമ്മിച്ചു നൽകി, തയ്യൽ മെഷീൻ നൽകി, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ അവർ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ഒരു പദ്ധതി പോകുമ്പോൾ എന്തുകൊണ്ടാണ് താങ്കൾ അതിൽ പരാതിയുമായി പോകാനുണ്ടായ കാരണം? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന് അങ്ങനെ പോകാനായിട്ട് ഒരു പൗരൻ എന്നുള്ള നിലയിൽ ലാൻഡ് ലോ അനുസരിച്ച് അങ്ങനെ പോകാനുള്ള അധികാരം ഇല്ല. കാരണം 2018 പ്രളയകാലത്തിന് ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആർക്കും കൊടുത്തില്ല. അങ്ങനെ വിദേശ രാജ്യത്ത് പോയി പൈസ പിരിക്കാൻ പാടില്ല എന്നാണ്
കേന്ദ്ര സർക്കാർ ഒരു നിലപാട് സ്വീകരിച്ചു. അപ്പോൾ അന്നൊരു നിയമസഭാ സാമാജികൻ മാത്രമായിരുന്ന ഒരു ആൾ ഒറ്റയ്ക്ക് പോയി പൈസ പിരിക്കുന്നത് നിയമലംഘനമാണ്. ആ നിയമലംഘനം നടത്താൻ എനിക്കോ നിങ്ങൾക്കോ ഈ രാജ്യത്തെ ഒരു പൗരനും അതിനുള്ള അവകാശം ഇല്ലാത്തത് ലംഘിച്ചതിൻ്റെ പേരിലും അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ഒരു 8-9 കിലോമീറ്റർ മാത്രം അകലത്തിൽ ഇതേപോലെ തന്നെയുള്ള വലിയ ദുരന്തം ഉണ്ടായ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ആളെന്നുള്ള നിലയിലും ഞങ്ങളൊക്കെ ഇത്തരത്തിൽ ഞങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള പ്രാദേശിക സഹായങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണ് ഞങ്ങളൊക്കെ താങ്കൾക്ക് ഇക്കാര്യത്തിൽ അതായത് നിയമ നടപടി സ്വീകരിക്കുന്നതിനൊക്കെ താങ്കൾക്ക് പക്ഷേ CPM-ന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികളുടെയോ സഹായം ഉണ്ടായിരുന്നു? എനിക്ക് CPM-ൻ്റെ സഹായത്തിൻ്റെ ആവശ്യമില്ല. ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം ഞങ്ങൾ കാതിക്കുട ഉൾപ്പെടെയുള്ള ഈ മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രളയ ദുരന്തം ഉണ്ടായിട്ടുള്ളതാണ്. അന്ന് സതീശനൊന്നും ഈ പ്രദേശത്തെക്കുറിച്ചിട്ട് VD സതീശൻ യാതൊരു തരത്തിലുള്ള അനുകൂല നിലപാടുകളും ഞങ്ങൾക്ക് വേണ്ടി സ്വീകരിക്കുകയുണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഭാഗത്തിന് മാത്രം കിട്ടുന്ന ആനുകൂല്യത്തിൽ നമുക്ക് വിരോധമൊന്നുമില്ല.